Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു, മേ ഐ കം ഇൻ? നിങ്ങൾ ആരാണ്? എന്താ കാര്യം? ഞാൻ ഷിക്കാർപൂരിലെ റാണിയാണ്. ഞങ്ങളുടെ സേനാപതി രാജാവിനെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് ഹിമാലയത്തിൽ പോയിരിക്കുകയാണെന്നാണ്. എന്നിട്ട് ഈ ഞായറാഴ്ച അയാൾ സ്വയം പട്ടാഭിഷേകം നടത്തുകയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അയാൾ രാജാവിനെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. പ്ലീസ്, അദ്ദേഹത്തെ കണ്ടെത്താൻ നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? മഹാറാണി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ആ ഒറ്റുകാരൻ സേനാപതിക്ക് അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നതായിരിക്കും. മാത്രമല്ല അവന്റെ പിടിയിൽ നിന്നും രാജാവിനെ രക്ഷിക്കുന്നതായിരിക്കും. മോട്ടു, വേഗം വാ. ചിങ്കം സാറിനോട് പറഞ്ഞ് അദ്ദേഹത്തെയും കൂടെ കൊണ്ടുപോകാം. ചിങ്കം സാറേ, നമ്മൾ ഇവിടെ എത്തിയല്ലോ. പക്ഷേ കോട്ടവാതിൽ ഇനിയും തുറന്നിട്ടില്ലല്ലോ. Don't worry. Why fear when Chingam is here? നമ്മൾ അകത്തേക്ക് പോകും. കോൺസ്റ്റബിൾസ്, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിന്നോളണം. ഓക്കെ മോട്ടു പത്ലു, റെഡി? ഒന്നും കാണണല്ലോ. അത് ശരി. എടാ, എല്ലാ കാര്യങ്ങൾ അറിഞ്ഞോടെ? ആകെ പ്രശ്നം നടക്കാൻ പോകുന്ന ഞാനും കുറച്ചൊക്കെ കേട്ടു. നീ എന്താ കേട്ടെ? അങ്ങനെ വരുന്നുണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടി എവിടെയാണ്? രാജാവിന്റെ അടുത്ത ജയിലില്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ആ വഴി തടവറയിലേക്കുള്ളതാണ്. എനിക്ക് തോന്നുന്നത് രാജാവ് അവിടെ ആവുമെന്നാ. നമ്മുടെ ചാരന്മാർ അറിയിച്ചിട്ടുണ്ട്. മഹാറാണി തിരുമനസ് ഫുർഫുറി നഗരത്തിൽ ആരുടെയോ സഹായത്തിനായി പോയിരിക്കുകയാണെന്ന്. ഞായറാഴ്ച വരെയും നമുക്കവരെ കാത്തിരിക്കാൻ പറ്റില്ല. നാളെ രാവിലെ തന്നെ എന്റെ പട്ടാഭിഷേകം നടക്കണം. അതിഥികൾ ആരും തന്നെ വന്നുകൊള്ളണമെന്നില്ല. എനിക്ക് രാജാവായി വാഴണം. പിന്നെ എന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ ഉടനെ രാജാവിനെ തടവറയിൽ നിന്നും മാറ്റി മുതലകൾക്ക് ഭക്ഷണമാക്കി കൊടുക്കണം. മോട്ടു, നേരം വെളുക്കാരായി. നീ പട്ടാഭിഷേകം നടത്ത്. ഞാനും ചിങ്കം സാറും കൂടി തടവറയിൽ പോയി രാജാവിനെ രക്ഷിച്ചോണ്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
മംഗളം പുണ്ടരീകാക്ഷ മംഗളായോ തനോഹരി സ്വാഹ. അവിടുന്ന് ഇപ്പോൾ ഈ അഗ്നികുണ്ഡത്തിന് ചുറ്റും 1000 പ്രാവശ്യമെങ്കിലും വലം വെച്ചേ പറ്റൂ. എന്ത് 1000മോ? പട്ടാഭിഷേക സമയത്ത് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് അത്ര നല്ലതല്ല. അനർത്ഥം സംഭവിക്കും. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. മഹാരാജാവിനെ പുറത്തേക്ക് വിട്ടോ. നിങ്ങൾ നിയമത്തിന് കീഴടങ്ങുന്നതാണ് നല്ലത്. എടാ ആയിരം പ്രാവശ്യം കഴിഞ്ഞു. ഇപ്പോൾ അഗ്നി അഭിഷേകത്തിന്റെ കാര്യം സമ്പൂർണമായിരിക്കുന്നു. ഇനി അവിടുന്ന് കൈ നീട്ടിക്കും. പട്ടാഭിഷേകമാണോ ചെയ്യുന്നത് അതോ എന്റെ അന്തിമോപചാര കർമ്മങ്ങളോ? ഇത് അവിടുത്തെ അവസാനത്തെ പ്രതിജ്ഞയാണ്. അതിനെ കനല് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പറയണം. ഇത് കുറച്ചു നേരത്തെ കാര്യമേ ഉള്ളൂ. അഥവാ ഈ പ്രതിജ്ഞ അവിടുന്ന് ചെയ്തില്ലെങ്കിൽ ശരിക്കുള്ള രാജാവ് തിരിച്ചു വരികയും ഈ പട്ടാഭിഷേകം മുടങ്ങുകയും ചെയ്യും. എങ്കിൽ ശരി ശരി വേഗമാകട്ടെ. എന്റെ കൂടെ ചേർന്ന് പറയൂ, ഇതെന്റെ പ്രതിജ്ഞയാണ്. ഇതെന്നാ തമാശയാണോ? ഇതും ഡ്യൂപ്ലിക്കേറ്റ് രാജാവല്ലേ? എന്റെ രാജാവ് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങയുടെ പട്ടാഭിഷേകം? ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സോറി സോറി, ഞാൻ എന്റെ കൈ കൊണ്ട് ഇത് അങ്ങയുടെ ശിരസിൽ അണിയിക്കും. ഇന്ന് പട്ടാഭിഷേകം കഴിഞ്ഞു.
ഈ ദേശദ്രോഹിയെ ഉടനെ തടവിലാക്ക്. ഓ രാജാവ് വന്നു, രാജാവ് വന്നു. മോട്ടു പത്ലു, ചിങ്കം സാർ, നിങ്ങളുടെ ധീരതയെ പ്രശംസിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. അരുത് മഹാറാണി, ഞങ്ങൾ ഒരിക്കലും ഇതൊരു സമ്മാനത്തിന് വേണ്ടി ചെയ്തതല്ല. അവിടുന്ന് ഞങ്ങളോട് ഒരു സഹായം ചോദിച്ചു, ഞങ്ങൾ അത് ചെയ്തു തന്നു. മതി, ഇനി ഞങ്ങൾ പോവുകയാണ്. നമസ്കാരം. മോട്ടു പത്ലു, നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ ലോകത്ത് ഒരുപാടുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായിരുന്നേനെ. Watch India's largest kids library only on Jio Hotstar. Download the app now.